10 വർഷം മുമ്പ് അദ്ദേഹത്തിന് നടുവിന് വേദന വന്നപ്പോൾ അന്ന് മുതൽ അദ്ദേഹത്തിന് നടു മുന്നോട്ട് കൂനി ഇങ്ങനെ കൂഞ്ഞ അവസ്ഥയിലാണ് അദ്ദേഹത്തിന് നടക്കാൻ കഴിയുന്നത്. ഒടുവിൽ അദ്ദേഹം നമ്മുടെ ക്ലിനിക്കിലും ഒന്ന് എത്തി. ഏകദേശം 1 മണിക്കൂർ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ നടു ഒന്ന് നിവർന്ന് നിൽക്കാൻ പറ്റുന്ന രീതിയിലായി. രാവിലെ നല്ല തണുപ്പ്, നല്ല മഴ, നല്ല മൂടൽ മഞ്ഞ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിലെ നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ടേ. നമ്മൾ ആദ്യം ഒരു വീഡിയോ കണ്ടില്ലേ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു സംഗതിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇത് ഞാൻ ശ്രദ്ധിക്കാനുള്ളൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്തരത്തിൽ രോഗങ്ങൾ മാറ്റുന്നു. അതായത് നമ്മുടെ നാഡീ സംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ നമ്മുടെ അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ, ഇതൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 2 മണിക്കൂറുകൾ കൊണ്ട് മാറ്റുന്നു എന്നുള്ളതാണ് ആ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ സിൻഡെക്സ് സെബാസ്റ്റ്യൻ എന്നൊരു വൈദ്യരാണ് ഇത് ചെയ്യുന്നത്. അദ്ദേഹം എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ സ്വദേശിയോ ആ ഭാഗത്ത് എവിടെയാണ്, തൃശ്ശൂർ ചാലക്കുടി ഐ തിങ്ക് ആ ഒരു ബെൽറ്റിൽ എവിടെയോ ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിനിക്ക് നമ്മുടെ അടിമാലി എന്ന് പറഞ്ഞ സ്ഥലത്തില്ലേ, ഇടുക്കി ജില്ലയുടെ അടിമാലിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് രാവിലെ യാത്ര ചെയ്യുവാണ്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് കുറേ സംശയങ്ങളുണ്ടായി. അപ്പോൾ ഇത് ഇങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് മാറ്റാൻ കഴിയുമോ, അതുപോലെ എല്ലാ രോഗങ്ങളും മാറ്റാൻ കഴിയുമോ? അപ്പോൾ അങ്ങനെ നമ്മൾ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ലഭിച്ചില്ല. ഞാൻ ആ ക്ലിനിക്കിൽ ബന്ധപ്പെട്ടപ്പോൾ അത് ഇന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അങ്ങനെ നമ്മൾ അടിമാലിയിൽ വന്നിരിക്കുകയാണ്. അടിമാലിയിലെ ആയുർ സ്പർശ എന്നാണ് ഈ ക്ലിനിക്കിൻ്റെ പേര്. ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ്. അവിടെ നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. നേരെ ഈ ക്ലിനിക്കിലേക്ക് നമുക്ക് വരാൻ കഴിയും. ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് സാർ? സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ജോബിൻ എന്നാണ്. ഞാനൊരു യൂട്യൂബറാണ്. ഇപ്പം ഞാൻ സാറിൻ്റെ ഒരു ഞാൻ മൈക്ക് തരാം, ഒന്ന് സംസാരിക്കാവോ? നമ്മുടെ ഓക്കെ സാർ, ശരിക്കും ഇവിടെ എന്ത് ട്രീറ്റ്മെൻ്റ് ആണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഒന്ന് പറയാമോ? നമുക്ക് കൂടുതലായിട്ട് സ്പൈൻ സംബന്ധമായ ഇഷ്യൂ ഉള്ള ട്രീറ്റ്മെൻ്റ് ആണ്. സ്പൈൻ സംബന്ധമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സർവിക്കൽ പ്രോബ്ലംസ്, ഈ കമ്പ്യൂട്ടറൊക്കെ ഒരുപാട് നേരം നോക്കി, അല്ലെങ്കിൽ മൊബൈലൊക്കെ ഒരുപാട് ഉപയോഗിച്ച് 2 തലവണയൊക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ വളഞ്ഞുകൂടി ഇരുന്ന് അങ്ങനെയൊക്കെ വന്നിട്ട് നമ്മുടെ സർവിക്കലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഫ്രോസൺ ഷോൾഡറുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക് സംബന്ധമായ ഇഷ്യൂസ്, ഡിസ്ക് സ്ലിപ്പാവുക, ഡിസ്ക് ബൾജ് ചെയ്യുക, സയാറ്റിക്ക ആവുക, അല്ലെങ്കിൽ സ്കോളിയോസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നട്ടലിങ്ങനെ എസ് പോലെയുള്ള വളവുകൾ ഉണ്ടാവും. സയാറ്റിക്ക നെർവിനെ അറസ്റ്റ് ആവുക, അത് മുട്ടുവേന വരെ പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കാണ് കൂടുതൽ നമ്മളിവിടെ. അതിന് തെറാപ്പിയാണ് കൂടുതൽ വരിക. അത് നമ്മളൊരു കൊട്ടേഷൻ ചികിത്സ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ 2, 3 അല്ലെങ്കിൽ 4 പ്രാവശ്യമാണ് നമ്മൾ തെറാപ്പി കൂടുതലും വരിക. സയാറ്റിക്ക കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ 4, 5 പ്രാവശ്യം വരേണ്ട വരും. അത് ഇന്ന് നമ്മളൊരു തെറാപ്പി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത് പറയാം. മരുന്നുകൾ കെട്ടിവെച്ചിട്ടുള്ള ചികിത്സകൾ നമുക്ക് ഇല്ല. ഓക്കെ, നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സാർ ഒന്ന് പറഞ്ഞു. നമസ്കാരം, എൻ്റെ പേര് സിൻഡെക്സ് സെബാസ്റ്റ്യൻ എന്നാണ്. ഞാൻ പാരമ്പര്യ വൈദ്യനാണ്, മർമ്മ ചികിത്സകനാണ്. എൻ്റെ സ്ഥലം വരുന്നത് ചാലക്കുടിയിലാണ്. അപ്പോൾ ഞാനിവിടെ നമുക്ക് അടിമാലിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഒരു ക്ലിനിക്ക് ഉണ്ട്. ചാലക്കുടി മേച്ചിറയിലും എനിക്കൊരു ക്ലിനിക്ക് ഉണ്ട്. അപ്പോൾ ഈ സിദ്ധമർമ്മമാണോ ഇത് ശരിക്കും? അല്ല, പാരമ്പര്യ മർമ്മ ചികിത്സയാണ്. അടങ്കൽ രക്ഷ എന്ന് പറയും. ആ പ്രയോഗത്തിൽപ്പെട്ടാണ് അടിമുറ അടങ്കൽ രക്ഷ, ആ പ്രയോഗത്തിൽപ്പെട്ട ചികിത്സാ രീതികളാണ്. ഞാൻ മാത്രമല്ല, ഞാൻ പഞ്ചകർമ്മ തെറാപ്പിസ്റ്റാണ്. അപ്പോൾ സാർ, ഇതിനകത്ത് മരുന്നുകൾ പിന്നെ അതുപോലെ ഇതൊക്കെ ഉണ്ടോ? ഉഴിച്ചിലുകൾ, കുഴമ്പ്, എണ്ണകൾ, ഇങ്ങനെയുള്ള? അത് നമുക്ക് ആവാം. അത് കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ രോഗിക്ക് ഒരു ഓയിൽ മസാജ് ആവശ്യമെങ്കിൽ നമുക്ക് കൊടുക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഇവിടെ ചെയ്യുക. അല്ലാതെ നമ്മളൊരു 7 ദിവസം ഒഴിഞ്ഞു, 14 ദിവസം ഒഴിഞ്ഞു, 21 ദിവസം ഒഴിഞ്ഞു, അതിനുശേഷം റിസൾട്ട് അല്ല. നമുക്ക് ഇന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഞങ്ങൾ ബോർഡ് വെച്ചേക്കുന്നത് തന്നെയാണ്. ആദ്യ സന്ദർശനത്തിൽ തന്നെ രോഗിക്ക് ആശ്വാസം. കൈഫോസിസ് പോസ്റ്റ് എന്നാണ് പറയുക ഇങ്ങനെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച്. അതുപോലെ ഇവരെ നടു മുമ്പോട്ട് തള്ളി നിൽക്കുക, ലംബാർ ഭാഗം ഫ്രണ്ടിലേക്ക് തള്ളിക്കുക, അല്ലെങ്കിൽ ലോഡോസിസ് എന്ന് പറയും. നമ്മുടെ ശരീരത്തിൻ്റെ ഘടന അനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനൊരു ഷേപ്പുണ്ട്. പക്ഷേ ഈ സാറിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് അത് കൂടുതലാണ്. ഇങ്ങനെയുള്ള പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ഇവർക്ക് ഷോൾഡർ പെയിൻ വരുന്നത് ഫ്രീ ആയിട്ട് വരുന്ന, അതുപോലെ കഴുത്തുമായി ബന്ധപ്പെട്ട വേദനകൾ ഇവർക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്ന. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ രീതിയിൽ പറയുകയാണെങ്കിൽ വരുത്തിക്കൂട്ടി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. വരുത്തിക്കൂട്ടിയതുപോലെ തന്നെയാണ്. ചിലപ്പോൾ ഇദ്ദേഹം കൂടുതൽ സമയം കമ്പ്യൂട്ടറിൽ ഇരിക്കുന്ന ജോലി ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ഡ്രൈവ് ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ നിൽക്കുന്നവരാണെങ്കിലും ഇങ്ങനത്തെ പോസ്റ്റുകൾ വരും. ഇങ്ങനെയുള്ളവർക്കെല്ലാം ഈ പറഞ്ഞ അസുഖങ്ങൾ, കൈക്ക് പൊന്തിക്കാൻ ബുദ്ധിമുട്ടുകൾ, കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ടുകളൊക്കെ വരും. അതിന് ഇവരുടെ ഒരു ഷേപ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇനി സാറൊന്ന് നേരെ നിന്നേ, ബാക്കിലേക്ക് നേരെ നിന്നേ, കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിന്നേ, കുറച്ചുകൂടെ ബാക്കിലേക്ക് പോട്ടെ. ഇങ്ങനെയാണ് ഇവരുടെ ഷേപ്പ് വരിക. ഞാൻ വീടുമ്പോൾ ഇതുണ്ടോ, പുള്ളി ബാക്കിലേക്ക് പോകും. അപ്പോൾ ഇത് തള്ളിപ്പോവും. ഇങ്ങനെയുള്ള പേഷ്യൻസുകൾ എത്ര എക്സസൈസ് ചെയ്താലും അവരെ വയറ് കുറയല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയറ് ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുക. ഇത് സ്ത്രീകളിലും കൂടുതലായിട്ടുണ്ട്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം. ഇനി ഇദ്ദേഹത്തിൻ്റെ ഈ ഷോൾഡർ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഈ സാറിന് അതിൽ വ്യത്യാസം അറിയാൻ പറ്റും. നമുക്ക് ചിലപ്പോൾ ഒരു 5, 6 അല്ലെങ്കിൽ 3, 4 തെറാപ്പി ഇദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഫ്രീ ആയി റിലാക്സ് ആവും. നമ്മൾ തുടർച്ചയായിട്ട് ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഇന്നൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ ചിലപ്പോൾ അടുത്ത ഒരു 5 ദിവസമോ 6 ദിവസമോ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന് തെറാപ്പി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുവരെ നമ്മൾ
റെസ്റ്റ് കൊടുക്കില്ല, കൂടുതൽ ജോലികൾ ചെയ്യാൻ പറയും. ചെറിയ മെഡിസിൻസ് ഇവിടെ നിന്നുണ്ടാവും. ഇവിടുത്തെ തെറാപ്പി അങ്ങനെയാണ്. ഓയിൽ മസാജ് നമുക്ക് വളരെ വളരെ കുറവാണ്. ചെറിയ ഓയിൽ ഇട്ടിട്ട് ചെറിയ ചെറിയ പോയിന്റ്സുകൾ മാത്രമാണ് ചെയ്യും. എനിക്ക് മർമ്മസ്ഥാനങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ഉത്തേജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ എനർജി ലെവൽ കൂടുകയും ചെയ്യും, ഹൈറ്റും കൂടുന്ന പോലെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ സാറിൻ്റെ വീഡിയോ കണ്ടിരുന്നു. ഒരു ആള് എനിക്ക് സ്പൈനലിനാന്ന് തോന്നുന്നു എന്തോ പ്രശ്നമായിട്ട് ആളിങ്ങനെ നടന്നു വരുന്നു. അപ്പോൾ വന്ന ടൈമിൽ സാറ് പെട്ടെന്ന് ആളെ ഒരു ട്രീറ്റ്മെന്റ് നടന്നു. പിന്നെ 1 മണിക്കൂറിന് ശേഷം ആള് നടന്നു പോയി സാർ പറയുന്നു. അപ്പൊ അങ്ങനെ കാണുമ്പോൾ എനിക്കുണ്ടായ ചില സംശയങ്ങളാണ് എന്നെ ഇവിടെ വരുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു 10 വർഷത്തോളം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളായിരുന്നു. നമുക്ക് എല്ലാവരെയും അങ്ങനെ ഒറ്റ അടിക്ക് ക്യൂറാക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ കൺസൾട്ട് ചെയ്ത് അത് മനസ്സിലാക്കി കഴിഞ്ഞ് എനിക്ക് ഞങ്ങളുടെ ക്ലിനിക്കിൽ അത് മാറ്റാൻ പറ്റുമോ, അദ്ദേഹത്തിന് ഒരു ക്യൂറിങ് കൊടുക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ഞങ്ങൾക്ക് അത് പറ്റും. അങ്ങനെ ഞങ്ങളുടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു ശ്രമമാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഡോക്ടേഴ്സ് ഉണ്ട്, സ്റ്റാഫുകളുണ്ട്, ഞങ്ങൾ എല്ലാവരും ആണ്. അത് ആൾക്കാർ എന്നോട് കമന്റ് ഒക്കെ ഇട്ട് ചോദിച്ചിട്ടുണ്ട്, ഇത് അലുമിനിയം കമ്പനിയാണോ എന്ന് നിർത്താൻ പറ്റുമോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്പൈൻ കുറച്ചുകൂടെ സ്മൂത്താണ്. നമ്മളതിനെ തെറാപ്പി നല്ല കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ. സാർ, ഈ 1 മണിക്കൂർ കൊണ്ടൊക്കെ ഒരു സ്പൈനൽ കോഡിന്റെ ഇഷ്യൂ മാറ്റാൻ കഴിയുമെന്ന് പറയുന്നതിൽ കുറച്ച് അതിശയോക്തിയില്ല. അങ്ങനെ നടക്കുമോ? അതൊരു പരിധിവരെ 2 രീതിയിൽ നമുക്ക് അതിനെ എടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈനൽ കോഡിൻ്റെ ഇഷ്യൂസ് നമുക്ക് 1 അവറിൽ കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അതാണ് സത്യാവസ്ഥ. പക്ഷേ ഈ പേഷ്യൻറ്റിനെ അവർ പറയുന്നതാണ് സ്പൈനൽ കോഡ് ടൈറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ അറസ്റ്റ് ആയിട്ടുണ്ട്, നെർവസ് ബ്ലോക്ക് ആയിട്ടുണ്ട്, L5 ഡിസ്കുകളിൽ ടൈറ്റ്നസ് ഉണ്ട് എന്നാണ് അവർ പറയുക. അത് പേഷ്യൻ്റ് പറയുന്നതാണ്. ശരിക്കും അവർ കൺസൾട്ട് ചെയ്തിട്ടൊന്നും കൃത്യമായിട്ടുള്ള കൺസൾട്ടേഷൻ എടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ കൺസൾട്ട് ചെയ്യുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ഇഷ്യൂസ് ഉണ്ടാവില്ല എന്ന്. അങ്ങനെയുള്ളതാണ് നമുക്ക് ഈ 1/2 മണിക്കൂർ 1 മണിക്കൂറും കൊണ്ടൊക്കെ മാറ്റാൻ പറ്റുക. മറ്റൊരു തെറ്റിദ്ധാരണ ജനങ്ങളിലേക്ക് കൊടുക്കാന്നുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കാരണം നമ്മൾ അങ്ങനെ അത്ഭുതങ്ങൾ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. സ്പൈനൽ കോഡിന്റെ വിഷയം, അതിൽ മുട്ടിന്റെ വിഷയം, അങ്ങനെ എനിക്കൊന്ന് ജോയിന്റ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും അതെ തീർച്ചയായും ബോൺ സംബന്ധമായി എത്ര പഴകിയതാണെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പഴകും തോറും ഇപ്പോൾ ആയുർവേദത്തിലൊക്കെ പറയുന്ന ഒരു 90 ഡേയ്സ് കഴിയുന്ന എല്ലാ രോഗങ്ങൾക്കും ഞങ്ങൾ പഴകിയതെന്ന് തന്നെയാണ് പറയുക. പക്ഷേ നമുക്ക് അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. ചില പേഷ്യൻസിന് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാനായിട്ട് നമ്മുടെ അടുത്ത് വരിക. പക്ഷേ അത് വന്ന് അവർക്ക് 1-2 തെറാപ്പി കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും റിസൾട്ട് കിട്ടാറുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അവർക്ക് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അവരെ മനസ്സിലായിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ കിടക്കുക. തെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ധൈര്യം കൂടും. ഇപ്പം നമ്മളിവിടെയൊക്കെ തെറാപ്പി കൊടുത്തു കഴിഞ്ഞിട്ട് ഡിസ്കൊക്കെ സെറ്റ് ചെയ്ത് കറക്ഷൻസ് ചെയ്ത് എല്ലാം ലെവൽ ഇത് അയക്കിയതിന് ശേഷം തെറാപ്പി കഴിഞ്ഞിട്ട് അവർ വെയിറ്റുള്ള ഭാരം നമ്മൾ എടുപ്പിക്കാറുണ്ട്. ഇവിടെ തെറാപ്പി അല്ലെങ്കിൽ ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തുള്ള പേഷ്യൻസിന് അറിയാം, നമ്മളെന്തെങ്കിലും വണ്ടിയുടെ സൈഡ് പൊന്തിക്കുക, അല്ലെങ്കിൽ ഒരു 50 കിലോ വെയിറ്റുള്ള എന്തെങ്കിലും സാധനങ്ങൾ നടുവിൻ്റെ ബലം കൊടുത്തിട്ട് സ്പൈനത് നമ്മുടെ ലംബാറിന് ബലം കൊടുത്തിട്ട് പൊന്തിക്കുക. അതൊക്കെ ഇവിടെ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയപ്പെടുത്തി ചികിത്സയില്ല, പകരം ധൈര്യമാണ് നമ്മൾ കൊടുക്കുന്നത്. എൻ്റെ പേര് ശ്രീയക്ക്. ഞാൻ UK-ലാണ് ജോലി ചെയ്യുന്നത്. നാട്ടിൽ കോട്ടയം മുഴൂരാണ്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞാണ് ഞാൻ വരുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മമ്മിയുടെ ഫ്യൂണലിന് വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സോഫയിൽ താഴ്ന്നിരിക്കുന്ന ചെയറിൽ നിന്ന് ഇരിക്കാൻ മേലാത്ത ഒരവസ്ഥയായിരുന്നു. പക്ഷേ അന്ന് ഒരുപാട് ഇരിക്കുകയും പിടിക്കുകയും ചെയ്ത് എനിക്ക് ഏക്കാനും മേലെ ഇരിക്കാനും മേലാത്ത സ്ഥിതി വന്നപ്പോൾ എൻ്റെ അനിയനാണ് ഒരു തരത്തിൽ വണ്ടിയെ കയറ്റി ഇരുത്തി കൊണ്ടുവന്നു. വടി കുത്തിപ്പിടിച്ചാണ് ഞാൻ അവിടെ ചെന്നത്. പക്ഷേ അവിടെ ചെന്ന് വണ്ടിയിൽ നിന്ന് ഇറക്കി തന്നെ ഞങ്ങളുടെ സഭാഷൻ സാറ് ഒന്ന് തിരുമ്മിയും പിടിക്കുക അവിടെ തന്നെ നിന്ന് ചെയ്തു. പിന്നെ കടത്തി ഏതാണ്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് വടി കുത്തിപ്പിടിച്ച് വളരെ വിഷമിച്ച് വന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. തിരിച്ചു പോയപ്പോൾ വടിയും വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു, തുള്ളി ചാടിയാണ് ഞാൻ വീട്ടിലോട്ട് പോകണം. ഇതെൻ്റെ ഒരു വലിയ അനുഭവമാണ്. പക്ഷെ ഇപ്പം ഞാൻ വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വെരിക്കോസ് ഉണ്ട്, എൻ്റെ കാലിൻ്റെ അവിടെ ഇച്ചിട്ട് മരപ്പുണ്ട്. ഇതിനെല്ലാത്തിനും കൂടിയാണ് വരുന്നത്. നമ്മുടെ ആയുർസ്പർശയിൽ മെയിനായിട്ട് നടുവേദന, അതായത് ഡിസ്ക് ബൾജ്, സയാറ്റിക്ക തുടങ്ങിയവയ്ക്കാണ് ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. അതുപോലെ തന്നെ മുട്ടുവേദന, കഴുത്തുവേദന, തോൾവേദന, ഇതിനൊക്കെ നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം മറ്റ് അസുഖങ്ങൾക്കും ആസ്മ, അലർജി, പൈൽസ്, ഡയബറ്റിക് തുടങ്ങിയ രോഗങ്ങൾക്കും ഇവിടെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ പൈൽസ് ക്ലിനിക്കും വെള്ളി ശനി ദിവസങ്ങളിൽ നമുക്ക് ഡയബറ്റിക് ക്ലിനിക്കുമാണ് ഉള്ളത്. ഓക്കെ സാർ, വളരെ സന്തോഷം കണ്ടതിൽ പരിചയപ്പെട്ടു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇതിപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസം കഷ്ടിയാവുന്നേ ഉള്ളൂ. നമുക്ക് ശരിക്കുള്ള നമ്മുടെ സെൻട്രൽ ഹെഡ് ഓഫീസായിട്ട് വരുന്നത് ചാലക്കുടി മേച്ചറയിലാണ്. സാർ അന്നേരം എത്ര കൊല്ലമായി? ഞാനിപ്പോൾ ഏകദേശം ഒരു 15 വർഷമായിട്ട് ഈ ഫീൽഡ് പാരമ്പര്യ വൈദ്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. എൻ്റെ അമ്മമാരൊക്കെ അവരിൽ നിന്നാണ്, പല ഗുരുക്കന്മാരുണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ, പല ഗുരുക്കന്മാരിൽ നിന്ന് പല വിദ്യകളാണ്, അറിവുകളാണ് സമ്പാദിച്ചത്, പഠിച്ചത്. എന്നാൽ എല്ലാവരുടെയും അസുഖങ്ങൾ മാറ്റുന്ന ഒരു ചികിത്സനല്ല ഞാൻ. അതും ഒരു അഹങ്കാര സംസാരത്തിന് ഞാനില്ല. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുന്നു. അതെ, പറ്റുന്നത് ചെയ്യുന്നു. അത്
അത് ഒരുപാട് നാൾ ചികിത്സയില്ലാണ്ട് അത് ചെയ്ത് പെട്ടെന്ന് തന്നെ അവർക്ക് അസുഖങ്ങൾ മാറുന്നുണ്ട്. അപ്പം അങ്ങ് വന്നപ്പോൾ ഇവിടെ പേഷ്യൻസൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ നമ്പറൊക്കെ സാറിൻ്റെ നമ്പർ പേഴ്സണൽ നമ്പർ ക്ലിനിക്കിലെ നമ്പറാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിളിച്ചാൽ മതി. പിന്നെ ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് എല്ലാവരെയും അങ്ങനെ ഓടിച്ചിട്ട് പിടിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ല. ഇവിടെ വരുന്ന ചിലരൊക്കെ ചില കക്ഷികളൊക്കെ അതൊക്കെ പറയുന്നത് ശരിയാണ്, കുഴപ്പമില്ല, വന്നിട്ട് മദ്യപാനം നിർത്താൻ പറ്റില്ല, അവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊന്നും പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട എന്നാണ്. അതെന്നാ പറയാ, രോഗിക്കും കൂടെ താല്പര്യം വേണം അവരെ അസുഖം മാറാനായിട്ട്. ചികിത്സകൻ മാത്രം ചെയ്താൽ പോരാ. എനിക്ക് വേണമെങ്കിൽ അവരെ ട്രീറ്റ്മെന്റ് ചെയ്യാം, അവരെ നമ്മൾ പറയുന്ന ബില്ല് അവർ പേ ചെയ്യും. പക്ഷെ രോഗിക്ക് അസുഖം മാറുമ്പോൾ രോഗിയേക്കാൾ കൂടുതൽ ഞങ്ങളുടെ ഹാപ്പിനെസ് ആകും. ഓക്കെ, എന്തായാലും ഇവിടെ വലിയ അത്ഭുതങ്ങളോ എന്താ പറയുക അന്തരീക്ഷത്തിൽ നിന്ന് പിടിച്ചെടുത്ത് നിങ്ങളുടെ രോഗം മാറ്റും അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇത് ശരിക്കും വളരെ ശാസ്ത്രീയമായി അദ്ദേഹം എന്താ പറയുക എങ്ങനെയാണ് എവിടെയാണ് പ്രശ്നമെന്നുള്ളത് നോക്കിയിട്ട് അവിടെ ചികിത്സ നടത്തുന്നു. അതാണ് അത് കൃത്യമായിട്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ദിവസം 2 മണിക്കൂറുകൾ കൊണ്ട് ഒന്നും പെട്ടെന്ന് തീരുന്ന എല്ലാ അസുഖങ്ങളും അങ്ങനത്തെ ആയിരിക്കണമെന്നില്ല. അതിനൊക്കെ ചിലപ്പോൾ സമയമെടുക്കും, പക്ഷെ നല്ലൊരു ക്യൂർ നിങ്ങൾക്ക് ലഭിക്കും. അതായിരിക്കും സന്തോഷം. എനിക്ക് കണ്ടതാണല്ലോ, എനിക്ക് കണ്ടപ്പോൾ അതാണ് തോന്നിയത്. അപ്പം നിങ്ങൾക്ക് എന്ത് ഇതുണ്ടെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് വൈദ്യരെ വിളിക്കുക. ഇതുപോലുള്ള നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ അടിമാലിയിൽ നിന്ന് വിടവാങ്ങുകയാണ്. അപ്പോൾ വൈദ്യരെ വളരെ സന്തോഷം. വീണ്ടും ഒരിക്കൽ കൂടി താങ്ക് യു വെരി മച്ച്.